നമ്മുടെ സർക്കാർ ആരംഭിച്ച പുതിയൊരു സംവിധാനമാണ് ഹരിതകർമ്മ സേന. വൻകിട കമ്പനികൾ, വൻകിട മുതലാളിമാർ അവരുടെ പ്രോഡക്റ്റുകൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കടയിൽ സപ്ലൈ ചെയ്ത് അവർ പറയുന്ന വില കൊടുത്ത് സർക്കാർ നിശ്ചയിക്കുന്ന ടാക്സ് അടച്ച് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ കവർ നിർബന്ധപൂർവം ശേഖരിക്കാൻ വേണ്ടി ഹരിതകർമ്മ സേന എന്നും പറഞ്ഞിട്ട് കുറച്ച് പേർ വരുന്നു. അത് വന്ന് ചോദിക്കുന്നതൊക്കെ ചില ആളുകളൊന്നും ചോദിക്കുന്നത് വളരെ അധികാരത്തോടു കൂടിയാണ്. കാരണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പം തലവെട്ടിക്കളയെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പൈസ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ആവശ്യങ്ങളൊന്നും നമുക്ക് നടത്തരില്ല. അപ്പോൾ ഈ വൻകിട കമ്പനികളെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ ഇവർ തയ്യാറല്ല. മുതലാളിമാരെ പിണക്കാൻ അവർ തയ്യാറല്ല. പിഴിയാവുന്നുള്ള ഏറ്റവും നല്ല മാർഗം നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയാണ്. ഇവർ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നുള്ള ന്യായം വേണമെങ്കിൽ പറയാം. ഈ തൊഴിൽ കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോഴേ അത് ന്യായമാവുള്ളൂ. സാധാരണക്കാരെ പിഴിഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? ഈ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ചില സമയത്ത് കൊണ്ട് കത്തിച്ച് കളയുന്ന പരാതികൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഈ കത്തിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിലിട്ട് കത്തിച്ചൂടെ? എന്തൊക്കെ ലോജിക്കാണെന്ന് ഒരു പിടുത്തവും ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല അറിവുണ്ടെങ്കിൽ ഒന്ന് പറയൂ.